നമസ്കാരം സാറേ. നമസ്കാരം. സാറേ, നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്ലാന്റ് ഹോർമോൺസിനെ പറ്റിയാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ വളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഹോർമോണും പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് നമ്മൾ എത്ര വളം കൊടുത്താലും മരുന്ന് കൊടുത്താലും കാര്യമായ രീതിയിൽ ചെടിയിൽ ഒന്നെങ്കിൽ വളർച്ച അധികമായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയും, കൂടാം, മഞ്ഞപ്പിഞ്ച് ഒഴിക്കും, അങ്ങനെ പല രീതിയിലുണ്ട്. ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? ഡെനീസ, നമുക്കേ ഇപ്പോൾ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തുടക്കം മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഈ എലമെൻറ്റ്സ്, അതായത് മിനറൽസ് കൊടുക്കുമ്പോഴാണ് ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ വരുന്നുണ്ട്. ഇതുണ്ടായി കഴിയുമ്പോഴത്തേക്കും മെയിനായിട്ട് ആഹാരം പാചകം ചെയ്യുന്നത് ഇലകളിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഹോർമോണ്, അമിനോ ആസിഡ് ഇതൊക്കെ ഉണ്ടാകുന്നത്, പ്രോട്ടീനൊക്കെ ഉണ്ടാകുന്നത് കോശങ്ങളിലായിരിക്കും. ചെടിയുടെ പല ഭാഗങ്ങളിലെ കോശങ്ങളിൽ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ചെടിക്ക് മെയിനായിട്ട് നമുക്കറിയാവുന്ന, അത് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു 5 ഹോർമോൺ പ്രധാനപ്പെട്ടതുണ്ട്. അതായത് ഒന്ന് ഓക്സിനുകൾ. അതായത് ഓക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിൻ്റെയും ചെടിയുടെയും വളർച്ച കൂട്ടുന്നു, മുകളിലോട്ടും താഴോട്ടുള്ള വളർച്ച കൂട്ടുന്ന സാധനങ്ങളാണ് ഓക്സിനുകൾ. പിന്നെ ഉള്ളത് ജിബ്രലിൻ. ജിബ്രലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പം കൂട്ടുന്നതാണ്, വളർച്ചയ്ക്കൊപ്പം തന്നെ വലിപ്പം കൂട്ടുന്നതാണ് ജിബ്രലിൻ, അല്ല ജിബ്രലിക് ആസിഡ് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്കുള്ളത് സൈറ്റോകൈൻസ് ആണ്, അത് കോശ വിഭജനം കൂട്ടുന്നതാണ് ഹോർമോൺ. പിന്നെ ഇത് കൂടാതെ ഉള്ളത് നമ്മുടെ അസ്ബിസിക് ആസിഡ് എന്ന് പറഞ്ഞ് അതുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പലരും പറയുന്നില്ല, പക്ഷേ ചെടുക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഏലത്തിന്, അത് ഏലത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ വേരിയേഷൻ ഉണ്ടാകുമ്പം അതിൽ നിന്ന് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഹോർമോണാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എത്തിലീനാണ്. എത്തിലീൻ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകമാകാൻ വേണ്ടിയുള്ളതാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടത് തന്നെ ജിബ്രലിക്, എന്ന് വെച്ചാൽ ജിബ്രലിൽ നിന്നുള്ള ജിബ്രലിക് ആസിഡ്, ഓക്സിനുകൾ, പിന്നെ വരുന്നത് സൈറ്റോകൈൻസ്. ഇത് പ്രത്യേകം വരുന്നുണ്ട്, കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ വരുമ്പം അതിന് നല്ല ചിലതിന് ജിബ്രലിനും, നമ്മുടെ എല്ലാ ആൾക്കാർക്കും ജിബ്രലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്ത ആൾക്കാരിപ്പം നമ്മുടെ കൃഷിക്കാരിലില്ല. പിന്നെ ഓക്സിനുകളും അതും അറിയാം, സൈറ്റോകൈൻസും ഒക്കെ അറിയാം. പിന്നെ നമുക്ക് വളരെ കുറച്ച് വേണ്ടതെന്നാൽ ഇപ്പം ഈ കാലാവസ്ഥ വ്യത്യാസം വന്നുകൊണ്ട് അസ്ബിസിക് ആസിഡും പിന്നെ എത്തിലീൻ നമുക്ക് വലുതായിട്ട് വേണ്ട. ഇപ്പോൾ പഴം പാകമാവുന്നതിനും അതിന് അല്ലെങ്കിൽ നമ്മുടെ ഇല കൊഴിയാനൊക്കെ വേണ്ടിയുള്ള അത് നമുക്ക് വേണ്ട. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക. അത് നമ്മൾ വേണ്ടത് ഏതാണോ നമുക്ക് ആവശ്യമുള്ളത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞാലും പല കമ്പനിക്കുണ്ട് കേട്ടോ, പല കമ്പനിക്കുള്ളപ്പം അത് നോക്കിയിട്ട് അതിൻ്റെ ഡോസ് നോക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കഴിവതും ഈ കോപ്പർ ഫംഗിസൈഡിനൊപ്പം ചേർക്കുക. കഴിവെന്നല്ല, ഒരിക്കലും കോപ്പർ ഫംഗിസൈഡിനൊപ്പം ചേർക്കരുത്. ഓക്കെ സാറേ, നമുക്ക് സൈറ്റോകൈൻസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ജിബ്രലിനാണെങ്കിലും ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ സെപ്പറേറ്റ് ഉപയോഗിക്കുന്നതിലും നല്ലത് കോംബോകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതല്ലേ ഏറ്റവും സേഫ്? അതായിരിക്കും നല്ലത്. നമ്മൾ നോക്കുക. പിന്നെ നമുക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയയുടെ വ്യത്യാസം അനുസരിച്ച് ചിലത് ഉപയോഗിക്കാൻ പറ്റും, ചിലത് ആവശ്യം വരും. ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ഹോർമോൺസ് വേണമെന്ന് പറയാം. ചെടിയെ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ചെടിയിൽ ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നോക്കിയിട്ട് ആവശ്യമുണ്ടോ ഉള്ളതറിഞ്ഞിട്ട് വേണം ഉള്ളത് കൊടുക്കാനായിട്ട്. അതിന് നമ്മൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരുമായിട്ട് സമീപിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതെ, ചെടികളുടെ ലക്ഷണം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അതെ. ഓക്കെ സാർ. ഓക്കെ.